നമസ്കാരം, ഞാൻ ആര്യ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഉണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം OCD-യെ കുറിച്ചാണ്. പല ആളുകളിലും ഈ ഒരു പേരുകൾ കേൾക്കുമ്പോൾ രണ്ട് ഡിസോർഡേഴ്സും സെയിം ആണോ, രണ്ടും ഒരേ പ്രശ്നങ്ങളാണോ എന്നൊക്കെ തോന്നിയേക്കാം. കാരണം വേറൊന്നുമല്ല, ഈ രണ്ടിലും ഒബ്സഷൻ എന്നൊരു വാക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ OCD-യും രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. രണ്ടും രണ്ട് രീതിയിലുള്ള മാനസികാവസ്ഥ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ OCD എന്താ, OCPD എന്താ, അതിൻ്റെ ഡിഫറൻസസ് എന്താ, പിന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണ്ടത് എന്നെല്ലാം നോക്കാം. ആദ്യം OCD എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതിൽ രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒബ്സഷൻ ഉണ്ട്, കമ്പൾഷൻ ഉണ്ട്. ഒബ്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ്, ഇമേജസ്. അതായത് കയ്യിൽ അഴുക്കുണ്ടാവുമോ, അല്ലെങ്കിൽ ഡോർ അടച്ചോ എന്നുള്ള ഒരു തോട്ട്. ഇനി കമ്പൾഷൻ എന്താന്ന് പറയാം. കമ്പൾഷൻ എന്ന് പറയുന്നത് ഈ വീണ്ടും വീണ്ടും വരുന്ന തോട്ട് കൂടുമ്പോൾ അവിടെ ആൻസൈറ്റി ഉണ്ടാകും. ആ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ആവർത്തിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെയാണ് നമ്മൾ കമ്പൾഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ അഴുക്കുണ്ടാവോ എന്നുള്ളൊരു ഭയം വരും. ആ ഭയം വന്നതിന് ശേഷം ആ ഭയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, കഴുകുന്നു, വീണ്ടും വീണ്ടും കൈകൾ കഴുകുന്നു, അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വാതിൽ അടച്ചോ എന്നുള്ളൊരു തോട്ട് വരുന്നു. ആ വാതിൽ അടച്ചു അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഒന്നുകൂടെ ഒന്ന് നോക്കും, പിന്നെയും എഗെയിൻ നോക്കും. അങ്ങനെ തോട്ട് വരുന്നു, അതിനുശേഷം കമ്പൽഷനും വരുന്നു. അതിനെയാണ് നമ്മൾ OCD എന്ന് പറയുന്നത്. ഇവിടെ OCD ഓബ്സഷൻ എന്താണെന്ന് പറഞ്ഞു. കമ്പൽഷനിൽ ഈ ഒരു ചെക്കിങ് ഉണ്ടാകും, അതുപോലെ തന്നെ കൗണ്ടിങ് ഉണ്ടാകും, റീഅഷ്വറൻസ് ഉണ്ടാകും. കൗണ്ടിങ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ക്യാഷിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഓൾറെഡി നമ്മൾ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഡൗട്ട്, ഇത് കൗണ്ട് ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, ഒന്നുകൂടി നോക്കിയാലോ. പിന്നെ എഗെയിൻ നോക്കും. ഇത് 1-2 വട്ടം മാത്രമല്ല കേട്ടോ, കൂടുതലും വട്ടം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കറക്റ്റ് ആവുന്നത് വരെ ഇങ്ങനെ നോക്കി. കാരണം അവർക്കത് ആൻസൈറ്റി ഫീൽ ചെയ്യും. ആ ആൻസൈറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് ആക്ഷനായിട്ട് മാറുന്നത്. പിന്നെ അതുപോലെ തന്നെ റീഅഷ്വറൻസ്. കൂടുതൽ പേർക്ക് റീഅഷ്വറൻസ് കൂടുതലും ഞാൻ എന്തെങ്കിലും അയച്ചോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അറിയാൻ വേണ്ടിയിട്ട് അവരോട് ചോദിക്കും, എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ റീഅഷ്വറൻസ് ഉണ്ടാകാറുണ്ട്. ഇവിടെ ഈ OCD ഉള്ളവരിൽ കൂടുതലും അവർക്ക് അറിയാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർ തിങ്ക് ചെയ്യുന്ന അമിതമായിട്ടാണ്, അത് പക്ഷെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ളൊരു തോട്ട് വന്നു. ആ തോട്ട് വന്നതിന് ശേഷം അവർ നേരെ വീട്ടിലേക്ക് തന്നെ പോയി ഗ്യാസ് ഓഫ് ആക്കിയോ എന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും വന്നതിന് ശേഷം എഗെയിൻ തോട്ട് വന്നു, വീണ്ടും അത് തന്നെ ചെയ്തു. ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇതേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് പോയോണ്ടിരിക്കുന്നു. ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഇതിൽ OCD-യിൽ ആൻസൈറ്റിയും അതുപോലെ ഡൗട്ടുമാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് OCPD എന്താണെന്ന് നോക്കാം. OCPD എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതിൽ ഇൻട്രൂസീവ് തോട്ട്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പേഴ്സണാലിറ്റിയിലാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അതായത് പേഴ്സണാലിറ്റിയിൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അവരുടെ പെർഫെക്റ്റിനിസം ഉണ്ടാകും. അതായത് അവർക്ക് കൂടുതലും പെർഫെക്റ്റിനിസം ആണ് കാണിക്കുന്നത്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം, എല്ലാം ഒരു കൃത്യതയോടു കൂടി വേണം ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതായത് ഇപ്പം വർക്ക് റിലേറ്റഡ് പറയുകയാണെങ്കിൽ, ഒരു റിപ്പോർട്ടിൻ്റെ കാര്യമാണെങ്കിൽ, ഒരു റിപ്പോർട്ട് അയച്ചു, പക്ഷെ അതിൽ ചെറിയൊരു രീതിയിൽ മൈന്യൂട്ടായുള്ള ഒരു മിസ്റ്റേക്കാണ്. പക്ഷെ അവരെന്ത് ചെയ്യും, ആ മിസ്റ്റേക്ക് നോക്കി റീചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അതൊരു പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കും. പിന്നെ അടുത്തത് നീഡ് ഫോർ കൺട്രോൾ ആണ്. നീഡ് ഫോർ കൺട്രോൾ എന്ന് പറയുന്നത് അവർക്കൊരു രീതിയുണ്ട്, സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നാണ് അവരുടെ ഒരു ആഗ്രഹം.
അതിന് വേണ്ടിയിട്ട് ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും വീട്ടിൽ ഇങ്ങനെ ഇത് ഇവിടെ വെക്കണം അത് എവിടെ വെക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാറുണ്ട്. പിന്നെ അടുത്തത് റിജിഡിറ്റി ആണ്. റിജിഡിറ്റി എന്ന് പറയുന്നത് അവരുടെ നിയമങ്ങൾ, അവർക്കൊരു നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങളിലൊക്കെ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മാറ്റി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യും. പിന്നെ അടുത്തതാണ് എന്താണ് ഓർഡർലിനെസ്. ഓർഡർലിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് എല്ലാം ഒരു ഓർഡർ, ഒരു ക്രമേണ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അവരുടെ ടേബിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരും വന്ന് അതിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ്ലി ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് വർക്കഹോളിക്. അതായത് ഈ OCPD ഉള്ള ആൾക്കാരിൽ കൂടുതലും വർക്കഹോളിക് ആയിരിക്കും. വർക്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും, വർക്കിൽ മാത്രമായിരിക്കും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഈവൻ അവർക്കൊരു ടയേർഡ് ആവണം അല്ലെങ്കിൽ ആകെ ഡൗൺ ആയി വിശ്രമിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പോലും അവരത് ചെയ്യില്ല. കാരണം അവർക്ക് വർക്കിലായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരിക്കും അവർ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉള്ള ബിഹൈൻഡുള്ള ഫാമിലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാം ഒഴിവാക്കി അവർ ആ വർക്കിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് അവർക്ക് ഈ വർക്കൊക്കെ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് സ്വന്തം വർക്ക് വേറെ ആൾക്കാരെ ഏൽപ്പിച്ച് ഒന്ന് കാമാവാനൊന്നും അവർക്ക് താല്പര്യമില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന അത്ര നല്ല രീതിയിൽ ബാക്കിയുള്ള ആൾ ചെയ്യില്ല, ഞാൻ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്ക്. OCD OCPD തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് OCD ഉള്ളവര് ഈ തോട്ട് വേണ്ടാന്ന് വിചാരിക്കുന്നവരാണ്. OCPD ഉള്ളവര് എൻ്റെ രീതിയാണ് ശരി. പിന്നെ അതുപോലെ ആൻസൈറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ OCD-ക്കാർക്കാണ് ആൻസൈറ്റി ഏറ്റവും കൂടുതൽ. OCPD-ക്കാർക്ക് ആൻസൈറ്റി ഇല്ല എന്നല്ല, പക്ഷെ ആൻസൈറ്റി ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റിനിസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസൈറ്റ് പറയുകയാണെങ്കിൽ OCD-ക്കാർക്ക് അവർക്ക് അറിയാം, അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ട്, എൻ്റെ തോട്ട് കുറച്ച് കൂടുതലാണ്, പ്രശ്നമാണ് എന്ന് അവർക്കറിയാം. പക്ഷെ OCPD-ക്കാർ എന്ത് വിചാരിക്കും, അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, എൻ്റെ രീതിയാണ് ശരി എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ കാണിക്കുന്നത് OCD-യിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടിങ് ആയിക്കോട്ടെ, റീഅഷ്യൂറൻസ് ആയിക്കോട്ടെ, പിന്നെ ചെക്കിങ് ആയിക്കോട്ടെ, എല്ലാം OCD-യിലാണ്. OCPD-യിൽ ഇത്രയൊന്നും ഈ ഒരു റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ കാണിക്കുന്നില്ല. പിന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ OCD-യിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, OCPD-യിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. OCD-യിൽ എഫക്റ്റ് ചെയ്യുന്നത് ആൻസൈറ്റി മൂലമുള്ള പ്രശ്നങ്ങളാണ്. ആൻസൈറ്റി മൂലം എന്താണ് പറയുന്നത്, അതായത് ആളുകളിൽ ആൻസൈറ്റി കൂടുതലാകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും, എല്ലാത്തിനും ഒരു ടെൻഷൻ ആയിരിക്കും, മുന്നോട്ട് പോകാനായാലും പിന്നെ ഒരു ചെക്കിംഗ് ഒക്കെ വരും, ആ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും ആള്. OCPD-യുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ റിലേഷൻഷിപ്പിന് റിജിഡിറ്റി, കൺട്രോള്, പെർഫെക്റ്റ്നെസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലും കോൺഫ്ലിക്റ്റും ആർഗ്യുമെന്റ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇനി നമ്മൾ ഈ ഒരു നോർമൽ ലൈഫ്, അതായത് ഒരു നോർമൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു OCPD എഫക്റ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതിൽ ഈ OCD പറയുന്നത് അതിൽ ആൻസൈറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ, ആൻസൈറ്റി കൂടുതലാകുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വരും. പിന്നെ അതുപോലെ സോഷ്യൽ ലൈഫും നല്ലതുപോലെ ഡിലേ ചെയ്യാൻ കഴിയില്ല, അവിടെയും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. OCPD-ക്കാർക്ക് വർക്കിൽ ബുദ്ധിമുട്ടുകൾ വരും, വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അതുപോലെ തന്നെ അവർക്ക് സ്ട്രെസ് ഒക്കെ കൂടും, കാരണം ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ പെട്ടെന്ന് ഒരാളെ കണ്ട് അവരോട് കമ്പനി ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റിലേഷൻഷിപ്പിലും അവർക്ക് കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു OCD OCPD-നെ പറ്റിയിട്ട്, അതായത് ഇത് രണ്ടും പേരുകൾ സാമ്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ഓരോരോ ഡിഫറൻസസ് ഉണ്ട്. അതായത് ഒന്നിൽ ആൻസൈറ്റി കൂടുതലാണ്, മറ്റേൽ റിജിഡിറ്റി, പെർഫെക്റ്റനിസം, കൺട്രോളിംഗ് ആണ് കാണിക്കുന്നത്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷൻസിന്റെ ഹെൽപ്പ് നേടേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.